ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കുക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കേരള സ്റ്റൈൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം വന്നത് പഴംപൊരിയാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ ആരുടെ അടുത്ത് മൈദ ഉണ്ടായിരുന്നില്ല. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. മൈദ സംഘടിപ്പിക്കാനൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ആഗ്രഹം ഉപേക്ഷിച്ച് എന്താ പറയുക, മത്തി കേരള സ്റ്റൈലിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. വലിയ പണിയൊന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ മത്തി വറുക്കുകയാണ്. അപ്പം നമ്മൾ മത്തി മറിച്ചിടാൻ വേണ്ടിയിട്ട് ചട്ടുകം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ അവർ ഫോർക്ക് കൊണ്ട് വന്നിട്ട് ഫോർക്ക് വെച്ചിട്ടാണ് മറിച്ചിടുന്നത്. അതിൻ്റെ കോലാഹലങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഒരു സൈഡിൽ ഞങ്ങൾ വെജ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ സ്റ്റൈലിലാട്ടോ ഇന്ന് വെജ് ഫ്രൈഡ് റൈസ് വെക്കുന്നത്. ഞാൻ വെക്കുന്നതല്ല, ഞാനിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന പണിക്കാണല്ലോ നമ്മൾ പോകാവൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവാൻ നിന്നില്ല. പകരം അവർ പറയുന്നത് അനുസരിച്ചുകൊണ്ടിരുന്നു. സോ അവരുടെ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ടാണ് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അവർ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ടു കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മുടെ നിന്നും, അതായത് എസ്പെഷ്യലി ഞാൻ ഉണ്ടാക്കുന്നതെന്നും ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാ മസാല പൗഡേഴ്സും ഫ്രൈഡ് റൈസിലിടും കേട്ടോ. ഇൻക്ലൂഡിങ് ഗരം മസാല, ചില്ലി പൗഡർ, ഈവൻ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മിൻറ്റ് പൗഡർ വരെ പൗഡേഴ്സാണ് അവർ ഫ്രൈഡ് റൈസിൽ ഇടുന്നത്. അപ്പം ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പം 4 എഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം 4 മുട്ട അതിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് സൈഡായിട്ട് നടക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് പേര് സൈഡ് ചെയ്യുന്നിട്ട് വേറൊരു ഡിഷ് കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ബസ്മതി റൈസ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. പകരം ഇവരുടെ തന്നെ ഒരു റൈസ്, അതായത് ഇവർ ഡെയിലി യൂസ് ചെയ്യുന്നത്, സാധാരണ ചോറായിട്ട് യൂസ് ചെയ്യുന്ന റൈസാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ച് ഒറ്റ പാനിൽ കുക്ക് ചെയ്യാനുള്ള പാൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഒരു സെഷൻ കുക്ക് ചെയ്ത് കഴിഞ്ഞ് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ റൈസ് കണ്ടാൽ അറിയാം, ബസ്മതി റൈസ് അല്ല, പകരം നമ്മുടെ റൈസും അല്ല, അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റൈസ്, അതായത് ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടായിരുന്നത് വെച്ചിട്ടാണ് ഞങ്ങൾ ഫ്രൈഡ് റൈസ് തട്ടിക്കൂട്ടിയത്. അപ്പം അത് എല്ലാവർക്കും കൂടി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ചോറും കൂടി ഇട്ട് ഒരു കറി കൂടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് ചേതനാണ്, ആൻഡ് അതർ വൺ ഇസ് ശ്രുതി. ഇവർ രണ്ടും ബാംഗ്ലൂരാണ്, പക്ഷെ ഇവിടെ വന്നിട്ടാട്ടോ മീറ്റ് ചെയ്യുന്നത്. അപ്പം ഇവരുണ്ടാക്കുന്ന മറ്റൊരു കറിയാണ് ആലു പാലക്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നേരത്തെ തന്നെ പകുതി ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോസും പിന്നെ അതുപോലെ ചീര വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് യോഗട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ കറി അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രോസൺ ചീരയാണ് കേട്ടോ. അപ്പം ആ ഫ്രോസൺ ചീര നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് റൂം തന്നെയാണ്, കിച്ചൺ അല്ല ആക്ച്വലി. അവൻ ഒരു ഇലക്ട്രിക് സ്റ്റൗ വാങ്ങിച്ച് വെച്ച് ആ ഒരു സെഷൻ കിച്ചൺ ആക്കി മാറ്റിയതാണ്. പിന്നെ ഞാൻ എന്തോ പേപ്പർ വന്നിട്ടുണ്ട്, അടുത്ത ടാക്സ് അടയ്ക്കാനുള്ളതാണ്. അപ്പോൾ റേഡിയോ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതെന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പലഹാരം, നിങ്ങൾക്ക് എന്താണെന്ന് പറയാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് അമ്പലത്തിലൊക്കെ ഉത്സവങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബ്രഞ്ച് ഇതാ റെഡിയായി. ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ലഞ്ചൊന്നും പറയാൻ പറ്റില്ല, ബ്രഞ്ചൊന്നും പറയാൻ പറ്റില്ല, എന്താ പറയുക, ഈവനിങ് സ്നാക്കും എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു 3 മണിക്കുള്ളൊരു ബ്രഞ്ചാണ്. അപ്പം എല്ലാ ഐറ്റംസും ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രുതി സെർവ് ചെയ്യാണ്. അപ്പം ഇതാ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.